സമൂഹ മാധ്യമങ്ങളിലൂടെ അപരിചിതരുടെ മാത്രമല്ല സുഹൃത്തുക്കളുടെയും മറ്റും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന കേസിൽ ഇപ്പോൾ യൂട്യൂബർ തൊപ്പിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ പോവുകയാണ് പോലീസ്. വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലാണിത്. പ്രതിയായ തൊപ്പി ഒളിവിൽ തുടരുന്നതിന് പിന്നാലെ നോട്ടീസ് നൽകിയ ശേഷം തൊപ്പിയുടെ സുഹൃത്തുക്കളും മൊഴി നൽകാൻ എത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. സുഹൃത്തുക്കളുടെയും മറ്റും അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തെന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിനെതിരെ നടപടി കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് സംഘം. ആലുവ സൈബർ റൂറൽ പോലീസാണ് നേരത്തെ IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരുന്നത്. ഇപ്പോൾ ലുക്കൌട്ട് സർക്കുലർ തൊപ്പിക്കെതിരെ ഇറക്കാനുള്ള നീക്കമാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ പോലീസ് ഇപ്പോൾ നീക്കുകയാണ്. അതായത് തൊപ്പി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കാൻ പോകുന്നത്. വിമാനത്താവളങ്ങളിലും തുറമുഖ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പോലീസ് ഉടൻ നൽകും. തൊപ്പിയുടെ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഈ കേസെടുത്ത പശ്ചാത്തലത്തിൽ തൊപ്പിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് കൈമാറിയിരുന്നു. എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതാണ് തൊപ്പി പോലീസിനെ അറിയിച്ചത്. തുടർന്ന് തൊപ്പിയെ കസ്റ്റഡിയിലെടുക്കാൻ ആലുവ സൈബർ റൂറൽ പോലീസ് നീക്കം നടത്തി. ഈ ഘട്ടത്തിൽ തൊപ്പി ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ പോലീസ് അതിനെ എതിർത്ത് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. തൊപ്പിക്ക് ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പോലീസിന്റെ ആവശ്യം. ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് തൊപ്പി ചെയ്തിരിക്കുന്നത് എന്നതാണ് പോലീസ് ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഇതിൽ സെഷൻസ് കോടതി, എറണാകുളം സെഷൻസ് കോടതിയുടെ ഉത്തരവിനായി പോലീസ് കാക്കുകയും ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ തൊപ്പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു. അങ്ങനെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷം പോലീസ് യൂട്യൂബിന് ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊപ്പിയുടെ ചാനൽ യൂട്യൂബ് കഴിഞ്ഞ ദിവസം ഈ നീക്കം ചെയ്തിരുന്നു. അതായത് ഈ അശ്ലീല പ്രദർശനം നടത്തിയ ചാനലാണ് യൂട്യൂബ് നീക്കം ചെയ്തത്. നേരത്തെ തൊപ്പിയും സുഹൃത്തുക്കളും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉന്നയിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ ഘട്ടത്തിലാണ് തൊപ്പി ഇത്തരത്തിൽ സുഹൃത്തുക്കളെയും മറ്റും അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ യൂട്യൂബ് വഴി അത് പങ്കുവച്ചത്. ഈ ഘട്ടത്തിൽ നിരവധി പേരാണ് ആ ദൃശ്യങ്ങളടക്കം കാണുകയും ചെയ്തത്. തുടർന്നാണ് തൊപ്പിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നു വന്നത്. അതോടുകൂടി DGP വിശദമായ ഒരു അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. പോക്സോ, സൈബർ കുറ്റകൃത്യങ്ങൾ, അശ്ലീല പ്രദർശനം, ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പരാതികളിൽ നിഴലിക്കുന്നത്, അല്ലെങ്കിൽ പരാതികളിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.